വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ മൈനിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ OLTP ആൻഡ് OLAP എന്നുള്ളതാണ്. ഇതിൽ OLTP എന്ന് പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്നാണ്. OLAP എന്ന് പറയുന്നത് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് സിസ്റ്റം. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് OLTPയിൽ ഓപ്പറേഷണൽ പ്രോസസ്സിംഗ് ആയിട്ടാണ് വരുന്നത്. OLAPയിൽ അത് ഇൻഫർമേഷണൽ പ്രോസസ്സിംഗ് ആയിട്ടും. ഓറിയൻറ്റേഷൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ ട്രാൻസാക്ഷൻ ബേസ്ഡ് ആണ് OLTP എങ്കിൽ OLAP എന്ന് പറയുന്നത് അനാലിസിസ് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. യൂസേഴ്സ് OLTPയിൽ ക്ലർക്സ്, DBA അതായത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഇതൊക്കെയാണ് OLTPയുടെ യൂസേഴ്സ്. OLAPയുടെ യൂസേഴ്സ് എന്ന് പറയുന്നത് മാനേജേഴ്സ്, അനലിസ്റ്റ് ഇതെല്ലാമാണ് വരുന്നത്. ഇനി വ്യൂവിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഫ്ലാറ്റ് റിലേഷണൽ വ്യൂ ആണ് OLTPയിലുള്ളതെങ്കിൽ OLAPയിൽ നേരെ ഓപ്പോസിറ്റ് സമ്മറൈസ്ഡ് ആയിട്ടുള്ളതും മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള വ്യൂ ആണ് OLAPയിലുള്ളത്. OLTPയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡേ ടു ഡേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇനി OLAPയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പറേഷൻസ് പറയാനാണെങ്കിൽ OLTP ചെയ്യുന്നത് ഇൻഡെക്സ്, ഹാഷ് ഓൺ പ്രൈമറി കീ ഇതെല്ലാമാണ് ഇതിൻ്റെ ഓപ്പറേഷൻസിൽ വരുന്നത്. ഇനി OLAPയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലോഡ്സ് ഓഫ് സ്കാൻസ്. ഇനി ഡേറ്റാബേസ് ഡിസൈനിൻ്റെ കേസിൽ OLTPയിൽ വരുന്നത് ER മോഡലാണ്, എൻറ്റിറ്റി റിലേഷണൽ മോഡലാണ് OLTP എങ്കിൽ OLAP എന്ന് പറയുന്നത് സ്റ്റാർ ഓർ സ്നോഫ്ലേക്ക് സ്കീമയാണ് വരുന്നത്. ഇനി ഡേറ്റയുടെ കാര്യത്തിൽ OLTPയിൽ യൂസ് ചെയ്യുന്നത് കറണ്ട് ഡേറ്റ ആണെങ്കിൽ OLAP ഹിസ്റ്റോറിക്കൽ ഡേറ്റയും എടുക്കുന്നുണ്ട്. ഡേറ്റ ഡീറ്റെയിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റയാണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ OLAPയിൽ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്. ക്വറീസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ സിമ്പിൾ ട്രാൻസാക്ഷൻ ആണ് OLTPക്കെങ്കിൽ OLAP യൂസ് ചെയ്യുന്നത് എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് ആണ്. ആക്സസ് ടൈപ്പിൻ്റെ കാര്യം ചെക്ക് ചെയ്യാനാണെങ്കിൽ റീഡ് ആൻഡ് റൈറ്റ് ആക്സസ് ടൈപ്പാണ് OLTPയിലെങ്കിൽ OLAP മോസ്റ്റ്ലി റീഡാണ് ചെയ്യുന്നത്. ഇനി OLTPയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഡേറ്റ ഇൻ എന്നുള്ളതാണ്. OLAP എന്താണ് അപ്പോൾ ചെയ്യുന്നത്, ഇൻഫർമേഷൻ ഔട്ട്. ഡേറ്റാബേസ് സൈസ് കാര്യം എടുക്കാനാണെങ്കിൽ 100 MB to GB ആണ് OLTPയിലെങ്കിൽ OLAPയിൽ 100 GB to ടെറാബൈറ്റ് TB വരെയാണ് വരുന്നത്. ഇനി പെർഫോമൻസ് ഫോക്കസ് എടുക്കാനാണെങ്കിൽ ട്രാൻസാക്ഷൻ ത്രൂപുട്ട് ആണ് ഇവിടുത്തെ പെർഫോമൻസ് ഫോക്കസ്. ഇനി OLAPയുടെ പെർഫോമൻസ് ഫോക്കസ് എന്ന് പറയുന്നത് ക്വറി റെസ്പോൺസ് ടൈം. ഇത്രയാണ് OLTP OLAP തമ്മിലുള്ള ഡിഫറൻസ്. Thank you.